വളരെ ഭീകരമായ ഒരു സാഹചര്യമാണ് ഇവിടെ കഴിഞ്ഞ 3-4 ദിവസങ്ങളിലുള്ളിൽ ഇവരുണ്ടാക്കിയത്. STPയുടെ നേതൃത്വത്തിലാണ് ഇവിടെ നടന്ന ഈ പ്രശ്നങ്ങൾക്ക് മുഴുവൻ STP ആണ് നേതൃത്വം കൊടുത്തത്. നമ്മളെല്ലാം അഭിമാനത്തോടുകൂടി പറഞ്ഞിരുന്ന നമ്മുടെ കേരളത്തിൻ്റെ മതേതര സ്വഭാവത്തിന് വലിയ കളങ്കമുണ്ടാക്കുന്ന ഒരു നിലപാട്. ഒരു കുട്ടി ഹിജാബ് ധരിക്കുന്നതിന് ഒരു തെറ്റുമില്ല, യാതൊരു തെറ്റുമില്ല. പക്ഷേ ഇവിടെ 117 കുട്ടികൾ ഇവിടെ മുസ്ലിം സമുദായത്തിൽപ്പെടുന്ന കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഈ സ്കൂളിനൊരു ഡ്രസ് കോഡുണ്ട്, അത് പാലിക്കണമെന്ന് എല്ലാവർക്കുമുള്ളൊരു നിർബന്ധമാണ്. ആ നിർബന്ധത്തിന് അത് കോടതിയും സർക്കാരും എല്ലാം അംഗീകരിച്ചിട്ടുള്ളതാണ്. പ്രൈവറ്റ് മാനേജ് സ്കൂളുകളിൽ അവരുടെ യൂണിഫോം ധരിക്കുന്നത്. ഇവിടെ വലിയ രീതിയിൽ STPയുടെ ആളുകൾ വരികയും ഇവരെ ഭീഷണിപ്പെടുത്തുകയും വലിയ രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്തുകയും സിസ്റ്റർമാരും അതുപോലെ അധ്യാപകരും ഭയന്നാണ് യഥാർത്ഥത്തിൽ 2 ദിവസത്തിന് ഈ സ്കൂൾ അടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടായത്. ഇത് കേരളത്തിൽ അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. ഇത് ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ഒരു പരിച്ഛേദം കേരളത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ്. അത് ഒരിക്കലും അനുവദിക്കാൻ കഴിയില്ല. ഈ രാജ്യം ഭരിക്കുന്ന പ്രസ്ഥാനം എന്ന നിലയിൽ അത് ഈ രാജ്യത്തെ ഏതോ മുക്കിലും മൂലയിലും ഇത്തരത്തിലുള്ള പ്രവണതകളെ എതിർക്കുക എന്നുള്ളത് BJPയുടെ കടമയാണ്. ഞങ്ങളുടെ എല്ലാ പിന്തുണയും സഭയെയും ബഹുമാനപ്പെട്ട സിസ്റ്റർമാരെയും അറിയിച്ചിട്ടുണ്ട്. സ്കൂളിൻ്റെ സുഗമമായി മുമ്പോട്ട് പോകാനുള്ള എല്ലാ സഹായങ്ങളും, നിയമപരമായും രാഷ്ട്രീയപരമായുള്ള എല്ലാ സഹായങ്ങളും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തുനിന്നും സ്കൂളിലുണ്ടാവും. അവിടെ പഠിക്കുന്ന എല്ലാ കുട്ടികളും ഒരേപോലെ ഈ രാജ്യത്തിൻ്റെ മതേതര സ്വഭാവം സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയണം. ഇത്തരത്തിലുള്ള പ്രത്യേകിച്ചും കൊച്ചുകുട്ടികൾക്കിടയിൽ ഇത്തരത്തിലുള്ള വർഗീയ വിഷം കുത്തിവെക്കുന്ന നിലപാടിൽ നിന്നും STP പിന്മാറണം എന്ന് വിനയപൂർവ്വം BJP ആവശ്യപ്പെടുകയാണ്. ഈ പ്രവണത അനുവദിച്ചു തരാൻ ഞങ്ങൾക്കാവില്ല. ഞങ്ങൾ തീർച്ചയായും സഭയോടൊപ്പവും അതോടൊപ്പം സ്കൂളിനൊപ്പവും സിസ്റ്റർമാർക്കൊപ്പം ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഈ കൊച്ചിയിൽ നിന്നുൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ആരും തന്നെയും ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് സ്കൂളിനോട് പ്രതികരിച്ച് കണ്ടില്ല. അതും ഛത്തീസ്ഗഡിലും നോർത്ത് ഇന്ത്യയിലും ഒക്കെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ വിമാനം പിടിച്ച് അങ്ങോട്ടേക്ക് പോകുന്ന കോൺഗ്രസിൻ്റെയും CPMൻ്റെയും നേതാക്കന്മാരെയും MPമാരെയും MLAമാരെ ആരെയും ഈ സ്കൂളിൽ വന്ന് ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കാനോ എന്തിനും ഇവിടുത്തെ ജനപ്രതിനിധികൾ പോലും ഈ നിമിഷം വരെ ഇവിടെ വന്നിട്ടില്ല. ഒരു മനുഷ്യൻ PTAയുടെ പ്രസിഡന്റാണ്, അദ്ദേഹം PTAയുടെ പ്രസിഡന്റാണ്. തുടക്കം മുതൽ ഈ വിഷയത്തിൽ ഏറ്റവും അധികം ഇടപെട്ട ഒരു മനുഷ്യൻ കൂടെയാണ്. ഈ നിമിഷം വരെയും ഇത്തരത്തിൽ ഇത്രയും വലിയൊരു പ്രശ്നമുണ്ടായിട്ട് നോർത്ത് ഇന്ത്യയിൽ സിസ്റ്റർമാർക്ക് പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രമേ ഈ ജനപ്രതിനിധികൾക്ക് മനസ്സിലാവുള്ളൂ എന്നുള്ള കാര്യം ഒന്ന് പഠിക്കേണ്ടതാണ്. ഇത്രയും അവരുടെ മൂക്കിന് ചൂട്ടിൽ SDPയുടെ ഭാഗത്ത് നിന്ന് ഇത്രയും വലിയൊരു ഭീഷണി ഈ സിസ്റ്റർമാർക്ക് ഉണ്ടായിട്ട് അതിൻ്റെ പേരിൽ ഈ സ്കൂൾ 2 ദിവസം അടച്ചിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടും അതിനെക്കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടാനോ ഈ സ്കൂൾ സന്ദർശിച്ച് ആ കന്യാസ്ത്രീമാരെ അവരെ ആശ്വസിപ്പിക്കാനോ തയ്യാറാകാത്ത ജനപ്രതിനിധികളോടുള്ള വലിയ ആമർശവും രേഖപ്പെടുത്തുന്നു. ഇവിടെ ഈ സ്കൂളിൻ്റെ പേരിലാണ് ഈ റോഡുള്ളത്. ആ റോഡിൻ്റെ പേര് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ സംഘർഷം വരെ ഉണ്ടായി. ഇപ്പോഴാണ് സിസ്റ്റർമാർ പുറത്തു വരുന്നത്. സിസ്റ്റർമാരെ ശാരീരികമായി ആക്രമിക്കുന്ന, കയ്യെ പിടിച്ചു തിരിക്കുകയും അവരെ പിടിച്ച് തള്ളുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായെന്ന് ഇന്ന് വളരെ അവരൊക്കെ സഹിക്കുന്നവരാണ്. സിസ്റ്റർമാരെ അറിയാമല്ലോ, എന്ത് പ്രശ്നമുണ്ടായാലും അതൊക്കെ സഹിക്കുന്നവരാണ്. ഇന്നാണ് ആ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നത്. ഇതൊക്കെ അടിച്ചമർത്തപ്പെട്ട് ഈ നാട്ടിൽ പേടിച്ച് കഴിയുന്ന ഒരു സാഹചര്യമാണ് സിസ്റ്റർമാർക്കുള്ളത്. അനുവദിച്ചു കൊടുക്കില്ല. കേരളത്തിൻ്റെ മണ്ണിൽ ഈ രാജ്യത്ത് ഇത്തരം ഒരു പ്രവണതകളെയും BJP അംഗീകരിക്കില്ല, അനുവദിച്ചു കൊടുക്കില്ല. എല്ലാ പിന്തുണയും അവരെ അറിയിക്കും.